السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെയും നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 170 വചനത്തിൻ്റെ വിശദീകരണത്തിൽ രക്തസാക്ഷികളുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി വീരമൃത്യു വരിക്കുന്ന രണാങ്കണത്തിൽ മരിച്ചു വീഴുന്ന രക്തസാക്ഷികളെക്കുറിച്ചും അതല്ലാതെ നട്ട നിലയിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളും ഒക്കെ പ്രതിപാദിക്കപ്പെടുന്ന ഈ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഇറ്റ് ഈസ് ദിസ് ഒബീഡിയൻസ്, ഈ അനുസരണമുണ്ടല്ലോ, വിച്ച് ഗ്യാരൻറ്റീസ്, അവർക്ക് ഉറപ്പ് നൽകുന്നതാണ്, മാർട്ടിയേഴ്സ്, ഈ രക്തസാക്ഷികൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം, ഈ അനുസരണം. ഇൻ ദ പാത്ത് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ അനുസരണം. അവരതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. അവർ അള്ളാഹിൻ്റെ തൃപ്തി എന്താണോ, അവൻ എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ചുള്ള ഒരു ജീവിതം. വേറെ ഒന്നും അവർക്ക് പരിഗണനയല്ല. അള്ളാഹിൻ്റെ പ്രീതി എന്താണോ അത് നേടുന്നതിന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. അങ്ങനെയുള്ള ഈ രക്തസാക്ഷികൾക്ക് എ ലോഫ്റ്റി സ്റ്റേഷൻ, ഉത്തുംഗമായ ഒരു സ്ഥലം, ഇൻ പാരഡൈസ്, സ്വർഗത്തിൽ ഉത്തുംഗമായ ഒരു സ്ഥാനം അല്ലാഹു തആല അവർക്ക് നൽകുന്നു. ആൻഡ് കപ്പിൾ വിത്ത് ഓണർ, അതോടെ അതിനോടൊപ്പം അവർക്ക് ആ ബഹുമതിയും കൂടെ ചേർത്ത് വയ്ക്കുന്നു, കൂട്ടിച്ചേർത്ത് വയ്ക്കും. ആദരണീയമായ സ്വർഗീയ ആരാമത്തിലെ ഔന്നത്യമുള്ള സ്ഥാനം അവർക്കായി നീക്കി വയ്ക്കുകയാണ്. They are made to feel the power of true life for than death. അവർ തങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥമായ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയവരാണ്. ഈ ലൈഫ് എന്താണ് എന്ന് അവർക്ക് ഉത്തമ ബോധ്യം വന്നവരാണ്. ഓഫ് ദ ടെമ്പറൽ ബോഡി, അവർക്കൊരു താൽക്കാലിക ശരീരമുണ്ടായിരുന്നു. നമുക്കൊക്കെ ഒരു താൽക്കാലിക ശരീരമുണ്ട്. ഈ ശരീരം കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഭൂമിയിൽ നടക്കുന്നത്. കാണിക്കുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശരീരവും കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഈ മാർട്ടിയേഴ്സ് എന്ന പദവി ലഭിച്ച രക്തസാക്ഷികളായി ഈ ശരീരത്തെ ഉപേക്ഷിച്ച് അവരുടെ ആത്മാവ് ഈ ശരീരം വിട്ടും മാറുമ്പോൾ ഹോൾഡ്സ് നോ മീനിങ് ഫോർ വാട്ട് ദേ ഹാവ് അച്ചീവ്ഡ് ആഫ്റ്റർ ദിസ് ഡെത്ത്. മരണശേഷം അവർ നേടിയ ഈ മഹോന്നതമായ സ്ഥാനവുമായി പരിഗണിക്കുമ്പോൾ ഈ ശരീരത്തിന് ഒരു വിലയും ഇല്ല എന്ന തിരിച്ചറിവ് അവർക്ക്. ഇതൊക്കെ, ഈ സംഭവങ്ങളൊക്കെ മുൻകൂട്ടി നമ്മുടെ മുമ്പാകെ പറഞ്ഞു വെച്ച് തരികയാണ്. ഈ ശരീരം കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല
പാരത്രിക ലോകത്ത് ഈ രക്തസാക്ഷികൾക്ക് നൽകുന്ന മഹോന്നതമായ സ്ഥാനവുമായി കണക്കാക്കുമ്പോൾ ഒരു വിലയുമില്ലാത്ത ഈ ശരീരത്തിനെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന തിരിച്ചറിവ് അവർക്ക് വരും. തസ് ഈച്ച് ഇസ് ട്രൂ സെർവൻ്റ് ഓഫ് ഗോഡ്. അങ്ങനെ അള്ളാൻ്റെ യഥാർത്ഥമായ ഓരോ ദാസനും ഷുഡ് വിഷ് ടു ബി മെയ്ഡ്, ആഗ്രഹിച്ചു പോകും, ആഗ്രഹിക്കുന്നതാണ് ദാറ്റ് സ്പെഷ്യൽ ഓണർ, ആ പ്രത്യേകമായ പദവി ലഭിക്കുന്നതിന് ആഗ്രഹിച്ചു പോകും ഓരോ വിശ്വാസിയും. ടേക്ക് വൺസ് ലൈഫ്, അവൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുവാൻ, ഫോർ ദ കാസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് ഈ ശരീരം വെടിഞ്ഞായാലും ശരി ആ സ്വർഗീയമായ സുഖം നേടുന്നതിനായിട്ടുള്ള ഈ പ്രയാണം തുടരേണ്ടതാണ്. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചവർക്കാണ് ഈ മഹോന്നതമായ സ്ഥാനം ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്നതായ ആളുകളുടെ മുമ്പിൽ അവരുടെ ഈ ശരീരം, അവരുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ ഒന്നും തന്നെ ഒരു പ്രശ്നമേ അല്ല. ആ ഇച്ഛകൾക്ക് വേണ്ടി അവർ കീഴടങ്ങുന്നവരുമല്ല. അള്ളാൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി മാത്രം കീഴടക്കുന്ന ഒരു ശരീരമാണ് അവർക്കുള്ളത്. വെന്നെവർ അല്ലാ ഡിമാൻഡ്സ്, എപ്പോഴാണോ അള്ളാഹു താല ആവശ്യപ്പെടുന്നത്, ദാറ്റ് വി മേക്ക് ദാറ്റ് സ്റ്റെപ്പ്, ആ പടി നമ്മൾ ചവിട്ടും. ഫോർവേഡ് ഫോർ ഹിസ് സേക്ക്, അവൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനായി നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സത്യവിശ്വാസികൾ, അങ്ങനെയുള്ള രക്തസാക്ഷികൾ. ദി സ്പിരിറ്റ് ഓഫ് സാക്രിഫൈസ്, ഈ ത്യാഗത്തിൻ്റെ ഈ സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ ചൈതന്യം, ഷുഡ് ബി എവർ പ്രസൻറ്റ്, അവരിൽ എപ്പോഴും കാണും. ഈ ത്യാഗത്തിൻ്റെ ഈ പ്രസരിപ്പ്, ഈ ചൈതന്യം അവരിൽ എപ്പോഴും കാണും. കാലത്ത് കണ്ട് ഉച്ചയ്ക്ക് കാണാതെ വരത്തില്ല, ഉച്ചയ്ക്ക് കണ്ടിട്ട് വൈകിട്ട് കാണാതെ വരത്തില്ല. ആൾവേസ് ബി പ്രസൻറ്റ്, എല്ലായ്പ്പോഴും അവരിൽ ആ ചൈതന്യം കാണും. ഇന്ന് നമുക്ക് കാലത്തൊരു നിറവും ഉച്ചയ്ക്ക് വേറൊരു നിറവും വൈകിട്ട് മറ്റൊരു നിറവുമായിട്ടാണ് വിശ്വാസി സമൂഹം ഇന്ന് ഈ ഭൂമിയിൽ അരങ്ങ് തകർക്കുന്നത്. ഇൻ അവർ മൈൻഡ്സ്, നമ്മുടെ മനസ്സിൽ അതെപ്പോഴും ആ സ്പിരിറ്റ്, ആ ത്യാഗത്തിൻ്റെ സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് നോട്ട് ഓൺലി വി ക്യാൻ ഏൺ ദ എവർലാസ്റ്റിംഗ് ഫേവേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾ, അവൻ്റെ എന്നെന്നും നിലനിൽക്കുന്ന അവൻ്റെ അനുമോദനങ്ങൾ നമുക്ക് വന്നെത്തും. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദാറ്റ് അല്ലാഹ് കീപ്സ് us ലവിംഗ്ലി, അള്ളാഹു താല നമ്മളെ സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്നു. ഇൻ ഹിസ് എവർലാസ്റ്റിംഗ് പ്രസൻസ്, അവൻ്റെ അനന്തമായ സാന്നിധ്യത്താൽ, ഇൻഷാ അല്ലാഹ്, അങ്ങനെ അനന്തമായ സാന്നിധ്യത്താൽ നമ്മെ അള്ളാഹു താല എന്നെന്നും കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് ഈ ബോഡി അങ്ങ് പോകട്ടെ, എന്നിട്ട് ഇത് മാറിയെങ്കിലേ നമുക്ക് അങ്ങോട്ട് കയറാൻ നോക്കൂ. ടിക്കറ്റ് എടുത്തെങ്കിൽ ട്രെയിനിൽ കയറാൻ നോക്കൂ എന്ന് പറയുന്നത് പോലെ, ടിക്കറ്റ് എടുത്തെങ്കിൽ വിമാനത്തിൽ കയറാൻ നോക്കൂ എന്ന് പറയുന്നത്, എടുക്കാത്തവനാണെങ്കിൽ പിടിച്ചിറക്കി വിടും എന്നതുപോലെ നമുക്ക് അള്ളാഹു താല ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ, അവൻ ആഗ്രഹിക്കുന്ന നിലയിൽ ആ ശരീരത്തെ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ, അള്ളാഹു താല ഒരുക്കി വച്ചിരിക്കുന്നത് ലോഫ്റ്റി പാരഡൈസാണ്, മഹോന്നതമായ സ്വർഗമാണ്. അതിൽ അത്യുന്നതമായ ബഹുമതികളോടുകൂടി നമ്മെ ഇരുത്തുന്ന ഇടത്തിലേക്കാണ് നമ്മുടെ ഈ പ്രയാണം എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. തൊട്ടടുത്ത വചനത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കാൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇൻഷാ അല്ലാഹ് ഈ വചനത്തിൻ്റെ വിശദീകരണവും അർത്ഥവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.